എൻ്റെ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്തെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമായ ഭീമാ പള്ളിയെക്കുറിച്ചാണ്. നാനാജാതി മതസ്ഥർക്ക് ആശ്രയവും അഭയവും കഷ്ടതകളിൽ നിന്ന് മോചനവും ഇവിടെ നിന്ന് ലഭിക്കുന്നു. നബി പരമ്പരയിൽപ്പെട്ടവർ ഈ പള്ളിയിലെ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീബി മകൻ ഷൈഖ് സയ്യിദ് ഷഹീദ് മാഹിൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാ പള്ളിയിൽ ഉള്ളത്. കല്ലടി ബാവ എന്ന ഒരു സിദ്ധൻ്റെ ഖബറും ഇവിടെയുണ്ട്. ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാ പള്ളി എന്ന പേര് ഉണ്ടാകുന്നത്. ആതുര സേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിയ ഇവർ ഒടുവിൽ പരശുരാമ ക്ഷേത്രത്തിനടുത്ത് തിരുവനന്തപുരത്ത് തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തി സ്ഥിരതാമസമാക്കി. വലിയ വിദഗ്ധനായ ഒരു ഹാക്കിം, അതായത് വൈദ്യൻ ആയിരുന്ന മാഹിൻ്റെയും ഭീമാ ബീവിയുടെയും പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിൽ വ്യാപിച്ചു. രോഗികളും കഷ്ടത അനുഭവിക്കുന്നവരും ഇവരുടെ സ്വാധീനത്താൽ ഇസ്ലാമിലേക്ക് മതാരോഹണം നടത്തി. എന്നാൽ സാമൂഹിക ഘടനയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയേകിയ കൺവേർഷനെ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയായി കണ്ട രാജഭരണകൂടം വിദേശികളായ ഇവർക്കെതിരെ ഗൂഢാലോചനകൾ മെനഞ്ഞു. കരം നൽകണമെന്ന ഉത്തരവിനോട് ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിനു മാത്രമേ കരം എന്ന് മാഹിൻ പ്രതികരിച്ചു. മാഹീനെയും കൂട്ടാളികളെയും ചതിയിലൂടെ വെട്ടിക്കുലപ്പെടുത്തി. മകൻ്റെ വേർപാടിൽ മനംനൊന്ത ഭീമാ ബീവിയും വൈകാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. ഇവരെ ഖബറടക്കിയ സ്ഥലത്താണ് പള്ളി വന്നത്. രോഗശമനത്തിന് ഈ പള്ളിയിൽ വന്നുള്ള പ്രാർത്ഥന ഉത്തമമാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാലിക് ബിൻ ദിനാറിന് ശേഷം ഇസ്ലാം മത പ്രബോധനത്തിനായി ഇന്ത്യയിലെത്തിയ ഈ പുണ്യാത്മാക്കളുടെ സ്മരണയിൽ വർഷം തോറും ഉറൂസ് ആഘോഷിക്കുന്നു. ഉറൂസ് എന്ന് പറഞ്ഞാൽ ചന്ദനക്കുടം. തിരുവനന്തപുരം ഭീമാ പള്ളിയിൽ കണ്ട ഏറ്റവും വലിയ പോലീസ് വെടിവയ്പ് നടന്നു. 2009 മെയ് 17 ഉച്ചതിരിഞ്ഞ് പോലീസ് ജനങ്ങൾക്ക് നേരെ വെടിവയ്പ് നടത്തിയ സംഭവമാണ് ഭീമാ പള്ളി പോലീസ് വെടിവയ്പ് എന്നറിയപ്പെടുന്നത്. സംഭവത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 50ഓളം പേർക്ക് വെടിയേറ്റ് പരിക്കേൽക്കുകയും ചെയ്തു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഇടത് സർക്കാരിൻ്റെ കാലത്താണ് സംഭവം. പ്രദേശത്തെ ഒട്ടനവധി ആളുകൾ വിദേശത്ത്, പ്രത്യേകിച്ച് പേർഷ്യൻ, ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. ഒട്ടനവധി ആളുകൾ കച്ചവടം ഉപജീവന മാർഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പുതുതലമുറയിൽപ്പെട്ട പലരും സർക്കാർ ഉദ്യോഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. മത്സ്യബന്ധനമാണ് ഭീമാ പള്ളിക്കാരുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗം. ഈ ഖബറിൽ ആശ്രയം തേടിയെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് രോഗമുക്തി ലഭിക്കുമെന്നത് സുനിശ്ചിതം എന്ന് പഴമക്കാർ പറയുന്നു. ഇവിടെ എത്തുന്ന അന്യമതക്കാരിൽ ഭൂരിഭാഗവും രോഗശാന്തി തേടി വരുന്നവരാണ്. ശ്രേഷ്ഠമായ സിദ്ധി വൈഭവങ്ങളുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ താമസിച്ച് രോഗമുക്തി വരുത്തിയവർ ധാരാളം. ഏത് രോഗത്തെയും ശമിപ്പിക്കാൻ കഴിയുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ദിവ്യ ഔഷധങ്ങളുള്ള ജലം ലഭിക്കുന്ന മരുന്ന് കിണർ എന്ന അത്ഭുത ജല സംഭരണി ഇവിടെയുണ്ട്. ഇതിൽ ഒന്നിൽ തണുത്ത വെള്ളവും ഒന്നിൽ ചൂടുവെള്ളവുമാണ് ലഭിക്കുന്നത്. ഈ വെള്ളത്തിൽ കുളിക്കുന്നതിനും കുടിക്കാനായി ശേഖരിക്കുന്നതിനും ഇവിടെ എപ്പോഴും തിരക്ക് തന്നെ. പള്ളിയുടെ അത്ര പഴക്കമുള്ള ഈ കിണർ വറ്റിയിട്ടില്ലെന്ന് പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ പള്ളിയിൽ
നിറഞ്ഞതാണ് ഒരു ഖബർ. ഈ പുണ്യാത്മ സ്മരണകളും പുതുക്കുന്ന ഇതാണ് കാണുന്ന ഒരു ഖബർ. ദൈനംദിനം ആയിരക്കണക്കിന് ഭക്തർ അനുഗ്രഹം തേടിയെത്തുന്ന ഈ പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രമായി ഇവിടെ പ്രസാദമായി നൽകുന്നത് പൂവും എണ്ണയും പട്ടുമാണ്. മറ്റ് ഭക്തർ നേർച്ചയായി ഖബറിൽ അർപ്പിക്കുന്നതും ഇവ തന്നെ. ആലംബമറ്റവരെ സഹായിക്കുന്നതിനായി ഭീമ മാഹീൻ മെമ്മോറിയൽ ആശുപത്രി പള്ളി മാനേജിംഗ് കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്നു. നിർധന വിദ്യാർത്ഥികൾക്കായി ഭീമ മാഹീൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന വിദ്യാഭ്യാസ സ്ഥാപനവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തികച്ചും സൗജന്യമാണ് പഠനമാണിവിടെ. ഈ കാണുന്നതാണ് ആ 2 കിണറുകൾ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ഒരു കിണറിൽ ചൂടുവെള്ളവും ഒരു കിണറിൽ തണുത്ത വെള്ളവും. ഈ കിണറിലെ വെള്ളം കുടിക്കാനും കുളിക്കാനുമൊക്കെ ധാരാളം പേർ വരാറുണ്ട്. ഇത് ഒരു കിണറിനെ പകുതി ഭാഗം ആണുങ്ങൾക്കും മറ്റ് പകുതി ഭാഗം സ്ത്രീകൾക്കുമാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് 2 കിണറുകൾ. ഒന്നിൽ ചൂടുവെള്ളവും ഒന്നിൽ തണുത്ത വെള്ളവുമാണ്. ഇത് ഔഷധ കിണറെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇതിലെ വെള്ളം കുടിച്ചാൽ രോഗശാന്തി സുനിശ്ചിതമാണെന്ന് പറയപ്പെടുന്നു. ഭീമാവള്ളി ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഖുർആൻ പ്രാർത്ഥനയും ദുആ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന പട്ടണ പ്രദക്ഷിണത്തോടെയാണ് ഉറൂസ് മഹോത്സവത്തിൻ്റെ ആരംഭം. മതപ്രസംഗങ്ങളും വിവിധ കലാപരിപാടികളും ഉണ്ടാകും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക.